എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ മിത്രയോട് പറഞ്ഞു, അതെ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിന്റെ കോളേജ് ഫീസും കാര്യങ്ങളൊക്കെ അടച്ചോളാം, അവനോട് വന്ന് കടയിൽ വന്ന് ജോലി ചെയ്യാൻ പറ എന്ന് പറയാണ്. ഇത് കേട്ട് ഇനിയിപ്പോ ഗോമതി പറഞ്ഞു, എടാ ആര്യ, അച്ഛൻ പറഞ്ഞത് കേട്ടോ, നിന്റെ മിത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന്, നീ വന്ന് കടയിൽ വന്ന് ജോലി ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞു പറ്റില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ബാലനതൊരു അടിയായിപ്പോയി. ബാലനത് പ്രതീക്ഷ കാര്യമല്ല. ബാലൻ വിചാരിച്ചോണ്ടിരുന്നത് താൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തിനും ആര്യം ശരി അച്ഛാ എന്നും പറഞ്ഞോണ്ട് കടലേക്ക് വരുന്ന, കാരണം ആകാശവാനന്ദൊക്കെ അങ്ങനെയാണല്ലോ, ആ ഒരു രീതി ആയിരിക്കുന്ന ബാലൻ വിചാരിച്ചേ. പക്ഷേങ്കില് ഇങ്ങനെ ഓപ്പോസിറ്റ് ഉത്തരം കിട്ടി കഴിഞ്ഞപ്പത്തിനും ബാലന് സഹിച്ചില്ല. ബാലൻ പെട്ടെന്ന് പറഞ്ഞു, എന്താടാ നീ പറഞ്ഞെന്ന് ചോദിക്കാ. എനിക്ക് പറ്റില്ല, എനിക്ക് ആരുടെ അടിമപ്പണി ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് പറയണം. കേട്ടോ ഗോമതി, അഹങ്കാരം കേട്ടോ. ഇവനിക്ക് ഇത്ര വളർന്ന് വലുതായി കഴിഞ്ഞപ്പല്ലേ ഇവന് ഇത്ര അഹങ്കാരം. ഇവനൊക്കെ കുഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു. ഇപ്പൊ അവന് നാണക്കേടാണ് പോലും കടയിൽ വന്ന് ജോലി ചെയ്യാനായിട്ട്. നാട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുക, മോനെ ഡെലിവറി ചെയ്യാൻ വിടുവാണെന്ന്. ബാലു ഇത്രയും വലിയ കടയും വെച്ചോണ്ടിരുന്നിട്ട് അവൻ എന്തിനാ ഇങ്ങനെ വേറെ ജോലിക്ക് വിടുന്നതെന്നൊക്കെ. നാണക്കേട് ഞാനല്ലേ സഹിച്ചോണ്ടിരിക്കണേ എന്ന് പറയണം. മര്യാദയാണ് മര്യാദ. അവന്റെ കാര്യങ്ങളും എല്ലാം നോക്കാൻ ഞാൻ. പിന്നെ മിത്രയുടെ കാര്യങ്ങളും പഠിപ്പും കാര്യങ്ങളും എല്ലാം നോക്കിക്കോളാം, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം. മിത്രയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാൻ നോക്കാനായിട്ട്. പിന്നെ ഇപ്പൊ 6000 രൂപ വെച്ച് തരുന്നുണ്ടല്ലോ, അത് 10,000 വെച്ച് തരാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ തന്നോളാന്ന് പറയാം. ആകപ്പാടെ പോയിട്ടുണ്ടെങ്കിൽ മിച്ചം കിട്ടുന്ന 6000 ഉലുവയാ. ആ 6000 എനിക്ക് തരും. പിന്നെ നീ എവിടുന്ന് എന്നെ ഉണ്ടാക്കുന്നാടാ പറയണേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആര്യം പറഞ്ഞ, അതാരും അറിയേണ്ട കാര്യമില്ല, എന്റെ ഭാര്യയുടെ കാര്യം നോക്കാനായിട്ടൊക്കെ എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, എടാ ആര്യ നീ മിണ്ടായിരിക്കുക എന്ന് പറയാണ്. ഗോമതി പറഞ്ഞു, ആര്യ വേണ്ട ആര്യ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും പറയാനുള്ള കാര്യം എവിടെയാണെങ്കിലും പറയും. ആരിനങ്ങനെ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നേരെ നേരെ പറയുന്ന കാര്യങ്ങളും ഉള്ളൂ. ഈ സമയം ബാലൻ പറഞ്ഞു, ഓഹോ അപ്പൊ നീ എന്നെ വെല്ലുവിളിച്ച് മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചല്ലേ. ഞാൻ ആരും വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്റെ ഭാര്യയുടെ കാര്യം നോക്കി എന്റെ കാര്യം നോക്കി ഇത്ര നാളും പോയതുപോലെ അങ്ങോട്ട് മുന്നോട്ട് പോന്നു, അത്ര മാത്രം എന്ന് പറയാം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് കൊള്ളാന്ന് പറയാ. എന്തിന്? ഞാൻ അനുസരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണ. ഇത് കേട്ടപ്പം ബാലൻ കൂടി ചാടി എഴുന്നിട്ട്, നീ എന്താടാ പറഞ്ഞെന്ന് ചോദിക്കാം. ആര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? എനിക്ക് എന്റെ ഭാര്യയുടെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനറിയാം. പിന്നെ കടയിൽ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനിപ്പോ അന്തസ്സായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല. അതിന്റെ പേരില് ഇനിയിപ്പൊ ആരും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒന്നും വരണ്ട. എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ കേൾക്കുന്ന വഴക്ക് പോരാഞ്ഞിട്ട് ഇനിയിപ്പൊ കടയിലും കൂടെ വന്നിട്ട് വഴക്ക് കേൾക്കാനായിരിക്കും. എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയണം. പറഞ്ഞു തീർന്ന ഉടനെ എന്റെ കർണം നോക്കി ബാലു ഒറ്റയൊരു അടി അങ്ങോട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആരിങ്ങനെ അടി കിട്ടിയവിടെ കർണത്ത് തടവി ഇങ്ങനെ നിൽക്കണം. ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ടാ എന്താ കാണിച്ചു നിൽക്കണം? ഇവന്റെ അഹങ്കാര വർത്താനം കേട്ടില്ലേ? ഇവനൊക്കെ എന്നാ ഇത്രയ്ക്ക് പറയാറായത്? ഇവന് അടിക്കുമല്ലോ, ഇവനെ തല്ലി കൊല്ലുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഗോമതിയും അനന്തും ആവശ്യം എല്ലാരും കൂടെ ചേർന്ന് പിടിക്കുകയാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, എന്നെ പറഞ്ഞാൽ മതി, ഇവനെയൊക്കെ ഇങ്ങനെ ആക്കി വിട്ടെ, എന്നെ വേണം ആദ്യം പിടിച്ചിട്ട് തല്ലാനായിട്ട്. നാണം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ നിന്ന് പ്രസംഗിക്കുവോ? അധിക പ്രസംഗി, അഹങ്കാരി എന്നൊക്കെ പറയണം. ഇത് കേട്ട മിത്ര ഭയങ്കര കരച്ചിലായിപ്പോ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ മിത്രയ്ക്ക് സഹിച്ചില്ല. നീ എന്തിനാ കരയണേ? നിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞല്ലേ നിന്റെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന്. അപ്പൊ അവൻ അഹങ്കാരം മൂത്തിട്ട് അവനതൊന്നും കഴിയില്ല. എന്നിട്ട് അവൻ അധിക പ്രസംഗവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് ധർമ്മനോട് വാടാ ധർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മനെ വിളിച്ചിറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും മീനാക്ഷിയുടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പൊ മീനാക്ഷിയുടെ വീണമാട വിളിച്ചേ, ശരി മാഡം ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് പറയണം. അപ്പൊ മീനാക്ഷിക്ക് അന്ന് നേരത്തെ ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു. പിന്നീട് മീനാക്ഷി ആൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആര്യ പോട്ടെ ആര്യ, സാരമില്ല എന്നൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ആരിന് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാരണം എല്ലാവരുടെ മുന്നിലിട്ടാണ് ഇങ്ങനെ അടിച്ചിരിക്കുന്നത്. ആരിനൊന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഗോമതിയും മിത്ര അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. ആ സമയത്ത് ബാലനും ധർമ്മനും കൂടെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് സ്കൂട്ടി ആണെങ്കിൽ ഇച്ചിരി പണിമുടക്കാൻ തോന്നുന്നത്. സ്കൂട്ടി ഓടിച്ചിട്ട് സ്കൂട്ടി മുന്നോട്ട് നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയൊക്കെ പോകുന്നുണ്ട്. പെട്ടെന്ന് ബാലൻ ധർമ്മനോട് ചോദിച്ചു, എന്താടാ ഈ സ്കൂട്ടിക്ക് പറ്റിയെന്ന് ചോദിക്കുക. അതെങ്ങനെ എനിക്കറിയാൻ പറ്റും? അത് അളിയനില്ല അറിയത്തുള്ളൂ ചോദിക്കുക. ഓ ഞാൻ കരുതി നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന്. കടയിലെ കാര്യങ്ങളെങ്കിലും അറിയത്തില്ല, ഈ കാര്യങ്ങളെങ്കിലും അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ബാലനവിടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനല്ല ധർമ്മന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പറയണം, അടിച്ചത് ശരിയായില്ലെന്ന്. പക്ഷെ എങ്ങനെ പറയണേ അതോർത്തിട്ട് ആകപ്പാട് ടെൻഷനായിരുന്നു. പിന്നീട് ധർമ്മനോട് ചോദിച്ചു, എടാ ധർമ്മ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, അത് അടച്ചോന്ന് ചോദിക്കണം. അടയ്ക്കാന്ന് പറയാണ്. ആ ഗണേശന്റെ മോളുടെ കല്യാണം വിളിച്ചിട്ടുണ്ട്, വേണ്ടെന്ന് ചെയ്തു കൊടുക്കണം. ചെയ്യാന്ന് പറയാണ്. പിന്നെ 1-2 ഡെലിവറി കൊടുക്കാണ്ട് അതൊക്കെ ഇങ്ങനെ പറയാണ്. എല്ലാത്തിനും ധർമ്മൻ ഇങ്ങനെ മുക്കി മുള്ളിയൊരു ഉത്തരം കൊടുക്കുകയാണ്. നീ എന്താണ് ധർമ്മ ഒരുമാതിരി പ്രതിഷേധം പോലെ?
ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് മറുപടി പറയുന്നില്ലോ എന്ന് പറയാ. ഓ എന്ത് പറയാനാ. ഓ ഇനിയിപ്പം ആര്യ മുതലാളിയെ തല്ലിയതിന്റെ ദേഷ്യമായിരിക്കും നിനക്കല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടോ ധർമ്മം പറഞ്ഞു, എന്ത് പരിപാടി അളിയൻ ചെയ്തേ? അളിയൻ അങ്ങനെ ചെയ്യാൻ കൂടുന്ന കാര്യമാണോ? അവ കൊച്ചു കുട്ടിയൊന്നും അല്ലെന്ന് പറയണം. പിന്നെ അവൻ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, അവൻ അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് വെക്കാം. അളിയാ അളി നീ വർത്താനം പറയരുത്. അളിയന്റെ മോൻ തന്നെയല്ലേ, അളിയന്റെ ചോര തന്നെയല്ലേ, അളിയന്റെ ഗുണഗണങ്ങളൊക്കെയല്ലേ അവൻ കാണിക്കുള്ളൂ. എന്റെ ചേച്ചിനെ വിളിച്ചോണ്ട് വന്ന് ഇപ്പൊ നാട്ടുകാരാണോ ചേച്ചിയുടെ ചെലവ് നോക്കിയത്? അല്ലല്ലോ. അച്ഛനും അമ്മയാണ്? അല്ലല്ലോ. അളിയൻ തന്നെയല്ലേ നോക്കിയത്. അപ്പൊ അതുപോലെ മിത്രയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആരാ? ആനല്ലേ. അവൻ അത്രയ്ക്കേ ചെയ്തുള്ളൂ. അതിന് ഇത് മാത്രം അളിയൻ കിടന്ന് കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പാവം, അവനെ തല്ലേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. അതല്ലേലും അങ്ങനെയാണല്ലോ. എപ്പോഴും അളിയൻ അവനെ കാണത്തില്ല. ആരെന്ത് കാണിച്ചാലും അവന്റെ നേർക്കിട്ടായിരിക്കും തല്ല് കിട്ടുന്നത്. പാവ അതൊന്നും തിരിച്ച് ചെയ്യില്ലാത്തോണ്ടല്ലേ അളിയൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെക്കാം. ദേ ധർമ്മ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൂടുതൽ അവന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട. അവന്റെ അഹങ്കാരം, അവൻ ഭയങ്കര അഹങ്കാരിയാ. പറയുന്ന അനുസരിച്ച് അങ്ങ് നിന്നാ പോരെ. പിന്നെ അളിയൻ പറയുന്ന അനുസരിച്ച് അങ്ങ് നിൽക്കണം പോലും. എന്റെ അളിയാ, അളിയന് തോന്നുമ്പോ തോന്നുന്ന പോലെ പറയും. ഈ നാവ് കൊണ്ട് തന്നെയല്ലേ അളിയൻ പറയണേ, നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കണം. നീ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ കാര്യം നോക്കേണ്ട കടമ്പ ഭർത്താവിനുണ്ടെന്നൊക്കെ. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അളി നീ വർത്താനം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഒരു വയ രണ്ട് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് പറയാം. അതല്ലേലും അങ്ങനെയാണല്ലോ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനും കുത്തുന്ന ഇത് എന്ത് പരിപാടി അളിയാന്ന് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ സംശയമുണ്ട് അത് എന്നെ അളിയന്റെ മോനാണോ എന്നുള്ള കാര്യം. അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അളിയൻ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യില്ല. അല്ല ഇനി അവനെ വല്ല തവിട് കൊടുത്ത് വാങ്ങിച്ചാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ടോ ബാലൻ എടാന്ന് പറയാണ്. ദേഷ്യപ്പെടുമൊന്നും വേണ്ട, ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല, ഉള്ളത് മുഖത്ത് നോക്കി പറയണം. മിണ്ടാതിരിക്കണമെന്നുണ്ടാ ഞങ്ങൾക്ക് ഈ കുഴപ്പമെന്നൊക്കെ പറയണം. ബാലന് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ആരും മുറി വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഇത്രയും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ആ ശ്രീവിദേവിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് ഗോമതി വന്നിട്ട് ഇനി പോട്ടറ മോനെ, നിനക്ക് സങ്കടമായോ, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ടതും ആരിനൊന്നും മിണ്ടിയില്ല, ആരിനൊന്നും മിണ്ടാതിരിക്കുവാണ്. ആ സമയം മിത്ര ആര്യാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പക്ഷെ ആരും കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ഗോമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റില്ല. ഗോമതി പറഞ്ഞു, വല്ല കഞ്ചാവ് അടിച്ചിട്ടോ അല്ലെങ്കിൽ പെണ്ണ് പിടിക്ക് പുറകെ നടന്നിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ. എന്തിനു വേണ്ടി ഈ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ അടിച്ചത്? കുടുംബം പുലർത്താൻ വേണ്ടി, സ്വന്തം ഭാര്യനെ സംരക്ഷിക്കാൻ വേണ്ടി ജോലിക്ക് പോയതിനെ അടിക്കാന്ന് പറഞ്ഞാല് ഗോമതിക്ക് അങ്ങ് സഹിക്കുന്നില്ലായിരുന്നു. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ബാലച്ചന്റെ ഭാഗത്ത് ഒരു തെറ്റില്ലാന്ന് പറയണേ. തെറ്റില്ലാന്നോ? അതെ, ബാലച്ചൻ എന്ത് തെറ്റാ ചെയ്തേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാലച്ചന് പറയുന്നങ്ങ് അനുസരിച്ചാ പോരായിരുന്നു ആര്യന്. പിന്നീട് ആര്യന്റെ അടുത്തേക്ക് എന്നിട്ട് വലിയ കാര്യം പറഞ്ഞാൽ പറഞ്ഞു, ആര്യൻ എവിടെ തെറ്റ് ചെയ്തേന്ന് പറയണ. ആ സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. ആനന്ദ് വന്നിട്ട് എന്തൊക്കെയാ ശ്രീദേവി നീ പറയണെന്ന് ചോദിക്കാം. അതെ ആനന്ദേണ്ണൊന്നും മിണ്ടായിരിക്കുക, ഞാൻ പറയട്ടെ എന്ന് പറയണ. ആര്യനല്ലേ തെറ്റ് ചെയ്തേ? ബാലച്ചൻ പറഞ്ഞപ്പോ ആര്യൻ അനുസരിക്കേണ്ടതല്ലേ ഉള്ളൂ. അതിന് ആര്യൻ എന്നാ ചെയ്തേ? ആര്യൻ എതിർത്ത് പറഞ്ഞില്ലേ, എന്നാ ബാലച്ചൻ ഞാൻ കടയിലേക്ക് വരാം എന്ന് പറയേണ്ടതിന് പകരം അങ്ങനെ പറയുമല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ആര്യനൊന്നും മിണ്ടിയില്ല. ഒരു കാര്യം ചെയ്യാം, ബാലച്ചനോട് ചെന്ന് കടയിൽ ചെന്ന് സോറി പറ, അതാ ചെയ്യണ്ടേന്ന് പറയണം. അല്ലാതെ ബാലച്ചനെ എതിർത്ത് നിൽക്കും അല്ല ചെയ്യേണ്ടതെന്ന് പറയാം. എന്റെ വീട്ടിലൊക്കെ ആയിരിക്കണം എന്ന് പറയണം. ഇത് കേട്ടോ ഗോമതി പറഞ്ഞു, ശ്രീദേവി നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയാം. പ്രശ്നം ഉണ്ടാക്കിയതാണോ അമ്മേ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാലച്ചൻ എന്ത് പാവാ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുമല്ലേ. അപ്പൊ ഈ ആരിന് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ആനന്ദ് പറഞ്ഞു, ശ്രീദേവി നീ കാര്യമില്ലാതെ കിടന്ന് ഇടപെടേണ്ട കാര്യമില്ല, കാര്യം അറിയാതെ കിടന്ന് ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് പറയണം. ആനന്ദേട്ടാ ഞാൻ പറഞ്ഞാൽ ആനന്ദേട്ടൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താ തെറ്റിരിക്കണേന്ന് എന്നൊക്കെ പറയണം. ഇത്ര സമയം മിത്ര കേട്ടോണ്ടിതു. മിത്ര എന്ന് നേരെ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ശ്രീദേവിയോട് പറഞ്ഞു, കൂടുതൽ ലെക്ചർ അടിക്കണമെന്ന് പറയണം. അതെ, കൂടുതൽ പ്രഭാഷണം നടത്താൻ ശ്രീദേവി കാര്യം നോക്കി പോകാൻ പറയണം. അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ മിത്ര? നീ നിൽക്കുക, എന്താ പറയണെന്ന് മനസ്സിലായില്ലേ? ആന്റെ കാര്യത്തിൽ കൂടുതൽ തലയുണ്ടാന്ന്. അവരച്ഛനും മോനും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് അവര് തമ്മിൽ തീർത്തോളും. അതിന്റെ ഇടയ്ക്കേക്ക് എരുതിയിൽ എണ്ണ കൊടുക്കുന്ന പോലെ ഓരോ പ്രശ്നങ്ങൾ വഷളാക്കാനായിട്ട് ശ്രീദേവിച്ച് നോക്കണ്ടെന്ന് പറയണം. ഇത് കേട്ട് ശ്രീദേവി, അല്ല മിത്ര ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിലും ശ്രീദേവിയേച്ചി എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നേ? അതിനുള്ള എന്ത് യോഗ്യത ചേച്ചിക്കുള്ളതെന്ന് ചോദിക്കുക. തമ്മിലുള്ള പ്രശ്നം അവര് തീർത്തോളൂ അല്ലേ? അല്ല എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല. എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങൾ മക്കളാരും പോകത്തില്ല. അമ്മ അതുപോലെ തന്നെയാന്ന് പറയാം. അത് ശ്രീദേവിയേച്ചിയുടെ വീട്ടിൽ അങ്ങനെയായിരിക്കും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ 5 പേരുകളും ഒരേപോലെ അല്ല, അറിയാലോ. 5 രീതി തന്നെയാണ്. അതാ പറഞ്ഞത്, ശ്രീദേവിയേച്ചിയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെയായിരിക്കും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓരോ വീടും വ്യത്യസ്തമാണ്, അത് മനസ്സിലാക്കണം എന്ന് പറയണം.
പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. ആനന്ദ് ഒന്നും മിണ്ടിയില്ല. പറയുന്ന അങ്ങോട്ട് പറയട്ടെ എന്നോർത്ത് ആനന്ദങ്ങ് നിൽക്കുകയാണ്. കാരണം ശ്രീദേവിയുടെ സ്വഭാവം ആനന്ദിന് ഏകദേശം മനസ്സിലായി വന്നിട്ടുണ്ടായിരുന്നു. ശ്രീദേവി പറഞ്ഞു, അയ്യോ മിത്ര, നീ ഇത്രയ്ക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാന് ബാലച്ചനെ കുറ്റം പറഞ്ഞപ്പം അങ്ങ് പറഞ്ഞോളൂ. ബാലച്ചൻ പാവല്ലേ. അങ്കിള് പാവമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ തവണ അങ്കിള് ചെയ്ത് ശരിയാന്ന് എനിക്ക് ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല. ആന എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് കുഴപ്പമില്ലെന്ന് പറയാം. ഓ, ഞാൻ പറയാനുള്ള പറഞ്ഞിനി. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ. പിന്നീട് ആന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഗോമതി ഇങ്ങനെ പുറത്തു വന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വന്നു. മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഒന്നുകൂടെ സങ്കടം കൂടി. മിത്രയോട് പോട്ടെ മോളെ, നീ വിഷമിക്കണ്ടെന്ന് പറയണ. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, എനിക്കറിയത്തില്ല അപ്പച്ചി എന്ത് ചെയ്യണമെന്ന്. എൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. പിന്നീട് ശ്രീദേവി മുറി വന്നിരിക്കുമ്പോൾ ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു. ആനന്ദിനെ കണ്ടത് ശ്രീദേവി പറഞ്ഞു, ആരിന്റെ അഹങ്കാരം കണ്ടില്ലേ, ആൻ എന്ത് പരിപാടി ചെയ്തെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, ആൻ എന്ത് അഹങ്കാരം കാണിച്ചെന്നാ. ആൻ ഒരു അഹങ്കാരം കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു. അവനെ അടിക്കാനുള്ള വടി അവൻ തന്നെ എടുത്ത് വെക്കും. കാരണം അവനറിയാം അച്ഛൻ എന്നെ കാണിച്ചാൽ അവനിട്ടാ തല്ലു കൊടുക്കുന്നത്. പാവം അവൻ എന്നിട്ട് അതെല്ലാം കൊണ്ടുകൊണ്ടിരിക്കത്തുള്ളൂ. ഒന്നും ആരോടും ഒരു പരാതിയും പരിഭവങ്ങളും പറയത്തില്ല. ഞാൻ എനിക്ക് ഓർമ്മ കിട്ടുന്ന കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് തെറ്റ് ചെയ്താലും അവസാനം തല്ലി മേടിക്കുന്ന അവനായിരിക്കും എന്ന് പറയാം. അതെ, ആരും തെറ്റ് ചെയ്തിട്ടല്ലേ, വെറുതെ അല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞാല് ബാലച്ചൻ തെറ്റുകാരനൊന്നുമല്ല. ബാലച്ചനോട് എന്ന് ആരും സോറി പറയണ്ടെന്ന് പറയാം. ദേവി, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ആരിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഒന്നും അറിയത്തില്ല. ആര്യം പാവാ. അവൻ പാവമായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ തല്ലി മേടിക്കുന്നേ. ഈ പറയുന്ന വേറെ ആരാണെങ്കിലും ഇങ്ങനെ തല്ലി മേടിച്ചോണ്ടിരിക്കുക ഇല്ല, ഒരു കാരണവശാലും ഇല്ല. രണ്ടാം ദിവസം തന്നെ അവര് വീട് വിട്ട് ഇറങ്ങി പോകത്തുള്ളൂ. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ഓ, എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് സാധിക്കുന്നില്ല. എന്റെ വീട്ടിലേക്ക് ആയിരിക്കണം എന്നൊക്കെ പറയണം. ഈ പറയുന്ന ആനന്ദന് അറിയത്തില്ലോ അവളുടെ വീട്ടിലെ സാഹചര്യം എന്താ എങ്ങനെയാന്നൊക്കെ. അവൾ ഈ വീമ്പ് വർത്താനം പറയുമ്പോൾ ഓർക്ക്, ഓ ശരിയായിരിക്കും എന്നൊക്കെയാണ് ആനന്ദ് വിചാരിച്ചുകൊണ്ടിരിക്കണേ. പിന്നീട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന ആൻ്റെ അടുത്തേക്ക് ആകാശ് വരുവാണ്. ആകാശ് വന്നിട്ട് പറഞ്ഞു, പോട്ടടാ, നിനക്ക് വേദനയുണ്ടോന്ന് ചോദിക്കും. വേദനയൊന്നും ഇല്ല, ഭയങ്കര സുഖമല്ലേന്ന് ചോദിക്കും. ഭയങ്കര സന്തോഷമുള്ളെന്ന് പറയും. എടാ ആര്യ, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് കടയിലേക്ക് വരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നീ എതിർത്തോണ്ടല്ലേ അച്ഛൻ അങ്ങനെ. പക്ഷെ എനിക്കറിയാം നീ വരാത്ത എന്തുകൊണ്ടാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരും പറഞ്ഞു, കൊച്ചേട്ടൻ അറിയാലോ അച്ഛൻ്റെ സ്വഭാവം. അച്ഛൻ ഇന്ന് പറയും നീ കടയിലേക്ക് വന്നു അവിടെ വന്ന് ജോലി ചെയ്തോളാൻ പറയും. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറയും. നിന്റെ ഭാര്യയുടെ കാര്യം നോക്കേണ്ട നീയാണ്. പിന്നെ നീ എന്തിനു കാണിക്കാടാ ഇങ്ങനെ നിൽക്കുന്നത്? എന്നെ കൊണ്ട് നോക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തെ. അല്ലാതെ ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നും അല്ല. അറിയാലോ, എനിക്ക് സ്വന്തമായിട്ട് 4 കാശോ സമ്പാദിക്കണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹം മാത്രമല്ല. അതുകൊണ്ട് മാത്രമല്ല, അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം. ഇന്ന് ഈ പറയുന്ന നാവ് കൊണ്ട് തന്നെ നാളെ എതിർത്ത് പറയും. അപ്പൊ ആർക്ക് അതൊക്കെ സഹിക്കാൻ പറ്റണമെന്ന് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആനന്ദം കൂടെ എങ്ങോട്ടേക്ക് വന്നു. ആനന്ദം വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുമ്പോ നമുക്ക് 1-2 റൈഡ് ചെയ്തിട്ട് വരാം, ബൈക്കിൽ കയറാൻ പറയണം. ഇത് കേട്ടിപ്പോ ആരും പറഞ്ഞു, വേണ്ട. അതെന്താ? അല്ല, ഏട്ടന് പോകാനും സമയമല്ലേ വലിയ ഏട്ടന്. താമസിച്ചിട മുതലാളി വഴക്കു പറയില്ലേ നിൽക്കുക. വഴക്കു പറയും. അതാ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും ആര്യ നീ വേണ്ടെന്ന് പറയണം. ആ സമയം ആകാശ് പറഞ്ഞു, എന്നാ ഞാനിരിക്കാന്ന് പറയാ. വേണ്ട വേണ്ട, ആരും ഇരിക്കണ്ട. കാരണം ഇനിയിപ്പോൾ ആകാശാണ്ട് ഇരുന്നിട്ട് മതി. ആകാശാന്റെ മുതലാളി ആകാശാന്റെ വഴക്ക് പറയില്ലേന്ന് ചോദിക്കുക. അത് വഴക്ക് പറയും. അതുകൊണ്ട് 2 പേരും പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും എടാ, ഓ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ അവരുടെ കൂടെ എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.